എല്ലാ കൂട്ടുകാർക്കും വിയ ഡിജി ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 2023 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ചർച്ചയിലേക്ക് പോകാം. അപ്പോൾ ആനുവൽ ഇവാലുവേഷൻ 2022-23 ഹിന്ദി, നിങ്ങൾക്ക് 90 മിനിറ്റാണ് പരീക്ഷ, 40 മാർക്കിനാണ്. അപ്പോൾ നമുക്ക് സാമാന്യ നിർദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. പഹല 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം ഹേ. അപ്പം 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ദി ടൈം ഉണ്ട്. എന്തിനാണ് നമുക്ക് കൂൾ ഓഫ് ദി ടൈം തരുന്നത്? ഇസ് സമയം പ്രശ്നവും കാ വാചൻ കരെ. ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. ഒരു ഉത്തർ ലിഖ്നേക്ക് തയ്യാറി കരെ. ഉത്തരം എഴുതാൻ വേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം. അതിനാണ് നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം തരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ആ സമയത്ത് നമ്മൾ അവിടെ ഇവിടെ നോക്കിയിരിക്കാനുള്ള സമയമല്ല. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ വായിക്കാനും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും വേണ്ടിയാണ്. അടുത്ത നിർദ്ദേശം ഇതാണ്: വൈകല്പ്യ പ്രശ്നവും മേംസെ കിസി ഏക് കാ ഹി ഉത്തർ ലിഖേ. അപ്പം ചോയ്സ് ഉള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നും രണ്ടും ഒരുമിച്ച് എഴുതി വെറുതെ നിങ്ങൾ സമയം കളയരുത്. അപ്പം നിങ്ങൾ എന്താണ് വൈകല്പ്യ പ്രശ്നം, അതായത് ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന, ഏറ്റവും നല്ലതുപോലെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിക്കാം. സൂചന: വെങ്കി ലേഗ് ജൽ ബാങ്ക് കാ ഏക അംശപ്പടെ. അപ്പം ആദ്യം കൊടുത്തിരിക്കുന്ന നമ്മൾ ജൽ ബാങ്ക് എന്ന് പറഞ്ഞ ഹാസ്യ ലേഖനത്തിൽ നിന്ന് ഉള്ളത് ക്വസ്റ്റ്യൻ ആണ്. और 1 से 4 तक के प्रश्नों के उत्तर लिखे. 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. യദി സച്ച് മേം പാനി കി ജറൂരത്ത് ഹേ. അഥവാ സത്യത്തിൽ നിങ്ങൾക്ക് ജലത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തോ ലോൺ ലേലെ, എങ്കിൽ നിങ്ങൾ ലോൺ എടുക്കണം. ബസ് ആപ്പ് കാ മക്കാൻ രേഹൻ രഹേഗ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ കെട്ടിടത്തിന് ഈടായിട്ട് വെക്കേണ്ടി വരും. നിങ്ങൾക്ക് ജൽ ബാങ്കിൽ നിന്ന് എന്തെടുക്കാം? ലോൺ എടുക്കാം. തുരന്ത് 50,000 ലിറ്റർ കാ ആപ്പ് കാ ഋൺ മഞ്ജൂർ. അപ്പോൾ അങ്ങനെ ഈടായിട്ട് കൊടുക്കുകയും നിങ്ങൾക്ക് 25,000 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് ഉടനെ തന്നെ ലോണായിട്ട് കിട്ടുന്നതാണ്. ആപ്പക്കോ ഹർ മഹീനെ 5,000 മൂൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ജലം നിങ്ങൾക്ക് ലോണിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ മാസവും 5,000 മൂൽ, ഓരോ മാസവും നിങ്ങൾ 5,000 രൂപ ലോൺ അടയ്ക്കണം. അതിൻ്റെ കൂടെ 1,000 സുദ് ഭർന ഹെ, പലിശയായിട്ട് 1,000 രൂപയും കൂടി നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പാരഗ്രാഫ് മനസ്സിലാക്കിയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ജൽ ബാങ്ക് സെ ലോൺ ലേനെ കെ ലിയെ ക്യാ രേഹൻ രഹേഗ. അപ്പം നമുക്ക് ജൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ഈടായിട്ട് വെക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ചോയ്സ് ഇതൊക്കെയാണ്: ജമീൻ ഭൂമി, മക്കാൻ കെട്ടിടം, ഗഹനേം ആഭരണം, ഗാഡി വണ്ടി. അപ്പം നിങ്ങൾക്കറിയാം മക്കാൻ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഈടായിട്ട് വെക്കേണ്ടത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വെങ് ലേഗ് ജൽ ബാങ്ക് കിസ് ആശയ പർ ആധാരിത് ഹെ. അപ്പോൾ ഈ വ്യംഗ്യ ലേഖനമായ ജൽ ബാങ്ക് ഏത് ആശയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? താഴെ നമുക്ക് ചോയ്സുകൾ കൊടുത്തിട്ടുണ്ട്. ധർത്തി ജൽ കെ ബിനാ സമ്പന്ന രഹേഗി. ഭൂമി ജലം കൂടാതെ സമ്പന്നമായിരിക്കും. അത് ശരിയാണോ? ജൽ കാ മൂൽ ബഹുത് കം ഹെ. ജലത്തിൻ്റെ മൂല്യം വളരെ കുറവാണ്. അത് ശരിയാണോ? ജൽ കാ സംരക്ഷൺ കർണ ജരൂരി ഹെ. ജലത്തിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ജൽ കാ സംരക്ഷൺ കർണ ജരൂരി ഹെ. ഹം പാനി കെ ബിന ജി സക്തേ ഹെ. അടുത്ത ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ചോയ്സ് ഇതാണ്: ഹം പാനി കെ ബിന ജി സക്തേ. നമ്മൾ വെള്ളം കൂടാതെ ജീവിക്കാം. അപ്പോൾ നമുക്ക് ആൻസർ മനസ്സിലായി. ജൽ കാ സംരക്ഷൺ കർണ ജരൂരി ഹെ. അടുത്ത ക്വസ്റ്റ്യൻ:
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജൽ ബാങ്ക് കാ ഋൺ മഞ്ജൂർ ഹോനെ കെ ബാദ് ഹമേ ക്യാ കർനാ പടേഗ. അപ്പം ജൽ ബാങ്കിൽ നിന്ന് നമുക്ക് ലോണ് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹർ മഹീനെ 5,000 മൂൽ ഓർ 1,000 സൂദ് ഭർന ഹെ. അപ്പം നമുക്ക് ലോണായിട്ട് കിട്ടുകയാണെങ്കിൽ ഓരോ മാസവും 5,000 രൂപയും അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് പലിശ ഇനത്തിൽ നമ്മൾ 1,000 രൂപയും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത്, ജില്ലാ പഞ്ചായത്ത് കെ നേതൃത്വമേയും 2023 2021 മാർച്ച് 21 को जल ही जान है विषय पर एक संगोष्ठी होने वाली है. അപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 2023 മാർച്ച് 23 ജൽ ഹി ജാൻ ഹെ, ജലം ജീവനാണ് എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി സംഗോഷ്ഠി ഹോനെ വാലി ഹെ. സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ എന്താണ്? സംഗോഷ്ഠി സെമിനാർ നടക്കാൻ പോവുകയാണ്. മാനനീയ ജൽ ശക്തി മന്ത്രി ഉദ്ഘാടനം കരയുക. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മാനനീയനായ ബഹുമാനീയനായ ജൽ ശക്തി മന്ത്രിയാണ്, ജലശക്തി മന്ത്രിയാണ്. इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പോസ്റ്ററിനെ പറ്റി നമ്മൾ നമ്മുടെ ചാനലിൽ അനേകം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇത് ആൻസറിലോട്ട് പോവാം. ഇവിടെ നമുക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ കൊടുത്തിരിക്കുന്നത് വിഷയമുണ്ട്. വിഷയം എന്താണ്? ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ നടക്കുകയാണ്. സെമിനാറിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കി. എന്താണ്? ജൽ ഹി ജാൻ ഹെ, ജലമാണ് ജീവൻ എന്ന്. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ എഴുതേണ്ട ഇതാണ് ജില്ലാ പഞ്ചായത്ത് കെ നേതൃത്വമേ സംഗോഷ്ഠി. ജില്ലാ പഞ്ചായത്ത് കെ നേതൃത്വമേ സംഗോഷ്ഠി എന്ന് എഴുതുന്നു. വിഷയം എന്ന് പറഞ്ഞ് നമ്മൾ വിഷയം എഴുതുന്നു ജൽ ഹി ജാൻ. പിന്നെ താരീഖ്, ഡേറ്റ് എഴുതുന്നു 2023 മാർച്ച് 23 ഡേറ്റ് എഴുതുന്നു. പിന്നെ സമയം, ഒരു സമയം കൂടി കൊടുക്കണം. സമയം സുബഹ് 10 അല്ലെങ്കിൽ 10 ബജെ, അതാണ് സ്ഥാൻ. ഇനി സ്ഥലം എവിടെയാണ്? ജില്ലാ പഞ്ചായത്ത് സഭാഭവൻ. ജില്ലാ പഞ്ചായത്ത് സഭാഭവനിലാണ്. ഉദ്ഘാടനം മാനനീയ ജൽ ശക്തി മന്ത്രി. മാനനീയ ജൽ ശക്തി മന്ത്രിയാണ് ഉദ്ഘാടനം. ഇനി വിഷയപ്രസ്തുതി, വിഷയം അവതരിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്താണ് വിഷയം അവതരിപ്പിക്കുന്നത്. ഭാഗിലെ ലാഭ് ഉഡായെ, എല്ലാവരും പങ്കെടുക്കുക, അതിൻ്റെ ലാഭം നേടുക. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. അതാണ് പോസ്റ്റർ. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അത് നോക്കി നിങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് പോസ്റ്ററിൻ്റെ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ജൽ സംരക്ഷൺ കി അഥവാ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിക്കണം. ഒന്നി നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കണം, അല്ലെങ്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്ററാണ് തയ്യാറാക്കുന്നത് ഏറ്റവും നല്ലത്. പോസ്റ്റർ അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പോസ്റ്ററിൻ്റെ മോഡൽ മനസ്സിലാക്കിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് അഥവാ ക്വസ്റ്റ്യൻ, ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കുന്നത്. ജൽ സംരക്ഷൺ കി ആവശ്യകത വിഷയ पर एक टिप्पणीയിലേക്ക്. ഇനി ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി ഒരു ടിപ്പണി തയ്യാറാക്കണം. ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ്? പാരഗ്രാഫ് തയ്യാറാക്കണം. അതിനുള്ള ഹിൻറ്റുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. ഇവിടെ കൊടുത്തിരുന്ന ഹിൻറ്റ് നമുക്ക് ശ്രദ്ധിക്കാം. ജൽ ജീവൻ കാ ആധാർ, ജലം ജീവന്റെ അടിസ്ഥാനം. ജൽ കാ സമുചിത ഉപയോഗം, ജലത്തിൻ്റെ സമുചിതമായ ഉപയോഗം, അതായത് ജലം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. ജൽ സ്രോതോം കാ സംരക്ഷണം, പിന്നെ ജലസ്രോതസ്സുകളെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ജൽ പ്രകൃതി കാ വരദാൻ ഹെ. ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സെൻറ്റൻസ് എഴുതാം. ജൽ പ്രകൃതി കാ വരദാൻ ഹെ, ജലം പ്രകൃതിയുടെ വരദാനമാണ്. ജൽ കെ ബിനാ ധർത്തി മേ ജീവൻ മുഷ്കിൽ ബൻ സക്താ ഹെ, ജലം കൂടാതെ ഈ ഭൂമിയിൽ ജീവൻ വളരെ ബുദ്ധിമുട്ടിലാണ്. സമയ പർ ബർസാത്ത് കെ ജരിയെ, അപ്പോൾ സമയം മഴയായിട്ട് എന്ത് ചെയ്യുന്നു? ജരിയെ തഥാ നദി, താലാബ്, നാലെ, ഝർണെ, സമുദ്ര. അപ്പം മഴയായിട്ട് നമുക്ക് കിട്ടുന്ന വെള്ളം എവിടേക്ക് എത്തും? നദിയിലും, താലാബ് കുളത്തിലും, നാലെ ഓടകളിലും, ഝർണെ അരുവികളിലും, സമുദ്രത്തിലും, കുയെ എന്ന് പറഞ്ഞാൽ എന്താണ്? കിണർ മുതലായവയിടങ്ങളിലെല്ലാം നമുക്ക് വെള്ളം എത്തും പ്രകൃതിയിൽ, അല്ലേ? പ്രകൃതി ഹമയം ആവശ്യക ജൽ ദേത്ത രഹ. അപ്പം അവിടെയെല്ലാം നമുക്ക് പ്രകൃതി ജലം നൽകുന്നു. അപ്പം നേരത്തെ പറഞ്ഞ ആ ജലസ്രോതസ്സിലെല്ലാം മഴയിൽ കൂടെ നമുക്ക് ജലം കിട്ടുന്നു.
പീനെ നഹാനെ സഫായി കർണെ, പിന്നെ അത് കൂടാതെ കുളിക്കുക, പിന്നെ എന്താണ് വൃത്തിയാക്കുക, പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പിന്നെ ഖേത്തി കൃഷി, ഖാന പക്കാനെ, അതേപോലെ ആഹാരം പാകം ചെയ്യുന്നത്, ഖാർഖാനവും കേലിയെ ഫാക്ടറികൾക്ക് വേണ്ടി, ബിജിലിക്ക് ഉത്പാദൻ, ബിജിലി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി, ആദി കേലിയെ ഹം ജൽ കാ ഇസ്തേമാൽ കർത്തെ ഹെ, മുതലായവയ്ക്കൊക്കെ വേണ്ടി നമ്മൾ ജലം ഉപയോഗിക്കുന്നു. ജൽ കി ആവശ്യകത ദിൻ ബാ ദിൻ ബെടുത്തി ജാ രഹി, അപ്പം ജലത്തിൻ്റെ ആവശ്യകത ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ ഇത് സമച്ചേ ബിന, എന്നാൽ നമ്മൾ ഇത് മനസ്സിലാക്കാതെ എന്ത് ചെയ്യുന്നു, ബെഡി മാത്രമേ ജൽ കാ ദുരുപയോഗം കർത്തെ ഹെ, വളരെ കൂടിയ അളവിൽ നമ്മൾ ജലം ദുരുപയോഗം ചെയ്യുന്നു. തഥാ ജൽ സ്രോതവും കാ നാശകർ രഹേ, അങ്ങനെ ജലസ്രോതസ്സുകൾ ഇല്ലാതെയാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു പാരഗ്രാഫ് തയ്യാറാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. സൂചന ഷാഹം ഷാഹ് അക്ബർ കോ കോൺ സിക്കായേക, നമ്മൾ പഠിച്ച ഒരു ലോക കഥയാണ്. ആ ലോക കഥയിൽ നിന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. शाहम शाह अकबर को कौन सिखाएगा लोक कथा का एक अंश पढ़े और 5 से 7 तक के प्रश्नों के उत्तर के 5 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണം. നമുക്ക് ആ അംശം നോക്കാം. हुजूर बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना അസംഭവ നഹിം ഹെ. അപ്പം രാജാവിൻ്റെ അടുത്ത് നമ്മുടെ അക്ബർ പറയുകയാണ്, ഹുസൂർ അങ്ങുന്നേ എല്ലാ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. ലേക്കിൻ സബ്കോ ഏത് സീഖ്ന ചാഹി, എന്നാൽ എല്ലാവരും ഇത് പഠിക്കേണ്ടതുണ്ട്. അച്ഛ ഇൻസാൻ കൈസെ ബൻ ജാ സക്താ ഹെ, ഒരു നല്ലൊരു മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും എന്ന കാര്യം പഠിക്കണം. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻസാൻ ശബ്ദ കാ സമാനാർത്ഥി ശബ്ദ ചുൻകലിലേക്ക്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, മനുഷ്യൻ. അപ്പം അതിന് പകരം വേറൊരു വാക്ക് നമ്മുടെ ഈ പാരഗ്രാഫിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുതാൻ കിട്ടുന്നതാണ്. ചോയ്സുകൾ നോക്കാം. ബുദ്ധിമാനാണോ, ഗുരുവാണോ, മാനവാണോ, ഷാഹം ഷാഹാണോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇൻസാൻ എന്ന് പറഞ്ഞാൽ മാനവ് എന്ന് പറഞ്ഞ വാക്കാണ് നമുക്ക് ആ പാരഗ്രാഫിൽ നിന്ന് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. हम के स्थान पर, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, हम के स्थान पर മെയിം का प्रयोग करके വാക്യ की പൂർത്തി करे. ഹമ്മിൻ്റെ സ്ഥലത്ത് നമ്മൾ മെയിം ഉപയോഗിച്ച് ആ വാക്യത്തിനെ പൂർത്തിയാക്കണം. അപ്പോൾ ഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ എന്നാണ് അർത്ഥം. മെയിം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഹം പ്രയോഗിക്കുമ്പോൾ സെൻറ്റൻസ് എങ്ങനെയാകുന്നു, മെയിം പ്രയോഗിക്കുമ്പോൾ സെൻറ്റൻസ് എങ്ങനെയാകുന്നു എന്ന ഒരു ചെറിയൊരു ഗ്രാമർ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ കർത്താവ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹം ഖുഷി സെ രഹ സക്തേ ഹെ, നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും, സന്തോഷത്തോടുകൂടി ജീവിക്കാം. മെയിം ഖുഷി സെ. അപ്പം അടുത്ത് മെയിം പ്രയോഗിച്ചിരിക്കുന്നു. മെയിം ഖുഷി സെ ഡാഷ് ഖുഷി സെ രഹ സക്താഹും. മെയിം കർത്താവായിട്ട് വന്നപ്പോൾ നമ്മളവിടെ ഹും എന്ന് പ്രയോഗിക്കണം, എന്നാലേ അത് ശരിയാവുകയുള്ളൂ. മെയിം ഖുഷി സെ രഹ സക്താഹും, ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കും എന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്ത് നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോഷ്ടക് കെ ശബ്ദോം സെ പിരമിഡ് കി പൂർത്തി കരെ. അപ്പം നമ്മുടെ കോഷ്ടകത്തിൽ, അതായത് ഇത് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാക്യ പിരമിഡ്. അതാണ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ 2 വാക്കുകൾ തന്നിരിക്കും. ആ വാക്കുകൾ കൂടി ചേർത്ത് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 സെൻറ്റൻസാണ്, ബാക്കി 2 സെൻറ്റൻസും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് ഒരു പിരമിഡിൻ്റെ ആകൃതിയിൽ ആ വാക്യങ്ങൾ എഴുതുന്നു. അപ്പം നമുക്ക് നോക്കാം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഖുഷീസെ സന്തോഷത്തോടു കൂടി, അച്ഛേ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് നോക്കും. ഹം ജിയേങ്കെ നമ്മൾ ജീവിക്കും. ഹം ഇൻസാൻ ബൻകർ ജിയേങ്കെ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കും. ഹം അച്ഛേ ഇൻസാൻ ബൻകർ ജിയേങ്കെ നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കും. അവിടെ അച്ഛേ എന്ന് നമ്മൾ ആദ്യം പ്രയോഗിച്ചു കണ്ടോ. ഹം അച്ഛേ ഇൻസാൻ ബൻകർ ജിയേങ്കെ നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കും. ഹം അച്ഛേ ഇൻസാൻ ബൻകർ ഖുഷി സെ ജിയേങ്കെ നമ്മൾ നല്ല മനുഷ്യരായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക. അപ്പോൾ ആ 2 സെൻറ്റൻസ് ആ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ എഴുതി അല്ലേ. ഒന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഹം ജിയേങ്കെ നമ്മൾ ജീവിക്കും. ഹം ഇൻസാൻ ബൻകർ ജിയേങ്കെ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കും. ഹം അച്ഛേ ഇൻസാൻ നല്ല മനുഷ്യരായിട്ട് എന്ത് ചെയ്യും, ബൻകർ ജിയേങ്കെ. ഹം അച്ഛേ ഇൻസാൻ ബൻകർ ജിയേങ്കെ. ഹം അച്ഛേ ഇൻസാൻ ബൻകർ ഖുഷി സെ ജിയേങ്കെ നമ്മൾ നല്ല മനുഷ്യരായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. സൂചന
ഇസ് ബാരിഷ് മേം കവിത എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച കവിതയാണ്. ഇസ് ബാരിഷ് മേം കവിത की ये पंक्तियां पढ़े और प्रश्न 8 और 9 के उत्तर लिखे. ആ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ പഠിച്ച ഇസ് ബാരിഷ് മേം കവിതയുടെ ആ അംശം വായിക്കുക, എന്നിട്ട് 8, 9 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ് നമുക്ക് വായിക്കാം. അഗലി ഫസൽ ഹോത്തെ ഹി സബ് ചുക്ത കർ ദൂങ്ക. അപ്പം ഇനി ഒരു വിള ഉണ്ടാകുകയാണെങ്കിൽ, ഇനി അടുത്ത വിളവെടുപ്പിൽ ഹോത്തെ ഹി സബ് കുച്ച് കർ ദൂങ്ക, എല്ലാം ചെയ്യണം. അബ് തോ മേരി ചൂട്ടി യേ ഗുസാരിഷ് भी चली गई, ഉസ്കെ പാസ് അബ് മേരി ബാരിഷ് ഭി ചലി ഗയി. അപ്പം എന്താണ്, ഒരു കൃഷിക്കാരൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ്. ഇപ്പം കടമൊക്കെ എടുത്ത് നമ്മൾ ലോണൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം കൃഷിയിൽ ലാഭം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ലോണൊക്കെ അടയ്ക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി അടുത്ത വിളവിൽ നമുക്ക് കടമെല്ലാം തീർക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുകയാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്ന വരികളാണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വർഷ കേലിയെ കവിതാമയും പ്രയുക്ത ശബ്ദ കോൺസാ ഹെ. വർഷ എന്ന് പറഞ്ഞ വാക്കിന് പകരം കവിതയിൽ കൊടുത്തിരിക്കുന്ന ആ വാക്ക് ഏതാണ് എന്ന് കവിത വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഗുസാരിഷ് ആണോ ബാരിഷ് എന്താണ്, മഴയാണ്. അപ്പം വർഷയും ബാരിഷും എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം ബാരിഷ് മഴയാണ്. അപ്പം നമുക്ക് മനസ്സിലായി ആൻസർ ഏതാണെന്ന് അല്ലേ, ബാരിഷാണ്. അത് കൂടാതെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇതാണ്, ഫസൽ ചൂട്ടി. അപ്പം നമുക്ക് ആൻസർ മനസ്സിലായി, ബാരിഷാണ് വർഷയ്ക്ക് പകരം പ്രയോഗിച്ചിരിക്കുന്ന വാക്ക്. അടുത്ത കവിത ഓർ കവി കാ പരിചയ ദേത്തെ ഹുയെ ഇൻ പങ്ക്തിയോം കാ ആശയിലൊക്കെ. ഇനി ആശയം എഴുതാൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം കവി പരിചയമാണ് കൊടുക്കാനുള്ളത്. ഈ കവിത എഴുതിയ കവിയെപ്പറ്റി പറയുക, എന്നിട്ട് ഈ വരികളുടെ ആശയം എഴുതി വയ്ക്കുക. അപ്പം നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. പ്രസ്തുത പങ്ക്തിയാം ഹിന്ദി के प्रमुख कवि नरेश सक्सेना की सुंदर कविता इस बारिश में से ली गई है. അപ്പം ഈ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന വരികൾ ഹിന്ദിയിലുള്ള പ്രമുഖ കവിയായ നരേഷ് സക്സേനയുടെ സുന്ദരമായ കവിതയുടെ പേര് എന്താണ്, ഇസ് ബാരിഷ് മേംസെ ലീ ഗയി ഹൈ. ഇതാണ് നിങ്ങൾ ആദ്യം എഴുതാനുള്ളത്. എന്താണ്, പ്രസ്തുത പങ്ക്തിയാം, നമുക്ക് തന്നിരിക്കുന്ന വരികൾ ഹിന്ദിക്ക് പ്രമുഖ കവി, ഹിന്ദിയിലെ പ്രമുഖനായ കവിയുടെ പേര് എന്താണ്, നരേഷ് സക്സേന. അപ്പം നിങ്ങൾ ഓരോ കവിത പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ പാഠവും പഠിക്കുമ്പോഴത്തേക്ക് ആ പാഠത്തിൽ ഇപ്പം കഥയാണെങ്കിൽ കഥ എഴുതിയ ആൾ ആരാണ്, ആ കഥയുടെ വിഷയം, പിന്നെ കഥയുടെ കഥാപാത്രം. അതേപോലെ കവിതയാണെങ്കിൽ കവിതയുടെ പേര്, കവിതയുടെ ടൈറ്റിൽ, പിന്നെ കവിത എഴുതിയ കവി അല്ലെങ്കിൽ കവിയത്രിയുടെ പേര്, ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് ആ എഴുതിയ ആളിനെ പറ്റി നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം പ്രസ്തുത പങ്ക്തിയാം ഹിന്ദി के प्रमुख कवि नरेश सक्सेना की सुंदर कविता इस बारिश में से ले गई है. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വരി ഹിന്ദിയുടെ പ്രമുഖനായ കവി നരേഷ് സക്സേനയുടെ സുന്ദരമായ കവിത, അതായത് ഇസ് ബാരിഷ്, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇസ്മയും ഏക കിസാൻ കി ദയനീയ ദശാക്ക വർണ്ണന ഹെ. ഇതിൽ ഒരു കൃഷിക്കാരൻ്റെ ദയനീയ അവസ്ഥയെ പറ്റിയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. കിസാൻ കി ഭൂമി ചീൻ ലീ ഗയി ഹെ. അപ്പം നമ്മുടെ കൃഷിക്കാരൻ്റെ ഭൂമി എന്ത് ചെയ്യുന്നു, ചീൻ ലീ ഗയി ഹെ, നഷ്ടപ്പെട്ടിരുന്നു അല്ലെ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അത് ബാരിഷ് ഭി ഉസ്കെ പാസ് സേ ഗയി. അപ്പം മഴയും അയാളുടെ അടുത്ത് നിന്ന് കടന്നുപോയി. എന്ന് വെച്ചാൽ മഴ കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കൃഷിക്കാരന് എന്തുണ്ടാവും, കൃഷിയിലെ നഷ്ടമുണ്ടാവും. അഗലി ഫസൽ होने पर खर्च चुकाने की किसान की झूठी प्रतीक्षा भी नहीं रह गई. അപ്പം എന്താണ്, അടുത്ത വിളവിൽ എന്താണ്, തൻ്റെ കടങ്ങളൊക്കെ തീർക്കാം എന്നുള്ള കൃഷിക്കാരൻ്റെ ആ മോഹവും അവിടെ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. കിസാനോ കാ ജമീൻ സെ അട്ടൂട്ട് സംബന്ധ ഹെ. ഒരു കാര്യം മനസ്സിലാക്കണം, കൃഷിക്കാരന് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്, വേർപിരിയാൻ പറ്റാത്ത അത്ര ബന്ധമുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. കിസാനോം കാ ജമീൻ സെ അട്ടൂട്ട് സംബന്ധ ഹെ. കൃഷിക്കാരന് ഭൂമിയുമായിട്ടുള്ള ബന്ധം പൊട്ടിക്കാൻ പറ്റാത്തതാണ്. അട്ടൂട്ട് സംബന്ധ ഹെ. ജമീൻ നഷ്ട ഹോനെ പർ കിസാനോം കാ അസ്തിത്വ ഭി നഷ്ട ഹോ ജാതാ ഹെ. ഭൂമി ഇല്ലാതാകുമ്പോൾ നമ്മുടെ കൃഷിക്കാരുടെ എന്താണ്, അടിസ്ഥാനവും ഇല്ലാതെയാവും, അവരുടെ വേരും, അതായത് അവരുടെ അടിത്തട്ട്
ഇല്ലാതെയാകും എന്നാണ് പറയുന്നത്. യഹ് ഉസ്സെ ജീനേക്ക് സബ് സപ്പനെ ചീൻ ലേത്തെ ഹെ, അതായത് അതിൽ നിന്നും അവർക്ക് അവരുടെ ജീവിക്കാനുള്ള എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതെയാകുകയാണ് ചെയ്യുന്നത്, അപഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇസ് പ്രകാർ ആജ് കെ കിസാനോം കി കാരുണിക ദശ കാ സജീവ ചിത്रण കവിനെ ഗീഞ്ചാ ഹെ. അങ്ങനെ ഇന്ന് നമ്മുടെ കൃഷിക്കാരുടെ കാരുണ്യമായ, അതായത് ദുഃഖപൂർണമായ കാര്യമാണ് ഈ കവിതയിൽ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ കവിതയിൽ നമ്മൾ എഴുതേണ്ട ആശയം. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത നമുക്ക് നോക്കാം. सूचना सफ़ेद गुड़ कहानी का यह अंश पढ़े और 10 से 13 तक के प्रश्नों के उत्तर के. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സഫേദ് ഗുഡ് കഹാനി നിങ്ങൾ പഠിച്ചാണ്. സഫേദ് ഗുഡ്, വെള്ള ശർക്കരയുടെ കഥ ഓർമ്മ കാണും കൂട്ടുകാർക്ക്. അപ്പോൾ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ആ അംശം വായിക്കുക, ആ കഥയുടെ ആ അംശം വായിക്കുക, എന്നിട്ട് 10 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ അംശം ശ്രദ്ധിക്കാം. അച്ഛ പൈസെ മത്ത് ദേന, അച്ഛ പൈസ മത്ത് ദേന, അപ്പം ശരി പൈസ തരണ്ട. മേരി ഓർ സേ തോടാ സ ഗുഡ് ലേലോ, ദാ ഞാൻ കുറച്ച് ശർക്കര തരാമെന്ന് പറയാണ്. ദുക്കാൻദാറിനെ പ്യാർ സെ കഹ, ആ കടക്കാരൻ, സന്ദർഭം മനസ്സിലായി കാണുമല്ലോ. ആ കുട്ടി ശർക്കര മോഹിച്ചു വരുന്നു. അപ്പോൾ എന്താണ്, അവന് വഴിയിൽ നിന്ന് ആ പൈസ കിട്ടുന്നു. ആ പൈസ കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, ആ കടയിൽ പോകുന്നു. പക്ഷേ അതെന്ത് ചെയ്യുന്നു, അത് ധാന്യത്തിൻ്റെ ഒരു ബോട്ടിൽ വീണ് പോകുന്നു. അതെടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. കടക്കാരൻ എന്താണ്, അവന് സ്നേഹത്തോടു കൂടി കുറച്ച് ശർക്കര കൊടുക്കുന്നു, പക്ഷെ അവന് അത് വാങ്ങിച്ചില്ല. അതാണ് ഇവിടുത്തെ സന്ദർഭം കേട്ടോ. ദുക്കാൻദാറിനെ പ്യാർ സെ കഹ ഓർ ഏക് ടുക്കട തോടുക്കർ ഉസെ ദേനെ ലഗ. അപ്പം എന്താണ്, അവൻ്റെ ആ ദുഃഖം മനസ്സിലാക്കിയ കടക്കാരൻ എന്ത് ചെയ്തു, ഒരു കഷ്ണം ശർക്കര പൊട്ടിച്ചു കൊടുക്കുന്നു. ഉസ്കെ മൂ ഫിര ലിയ ഓർ ചൽ ദിയ, എന്നാൽ അവരത് വാങ്ങിക്കാതെ മോന്തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഉസ്നെ മെയും നിഹിത് സർവനാം ക്യാ ഹെ. സർവനാം നമ്മൾ ഗ്രാമറിൻ്റെ ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സർവനാം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ്, സംജ്ഞയ്ക്ക് പകരം, അതായത് പേരായ ശബ്ദത്തിന് പകരം പ്രയോഗിക്കുന്ന വേറൊരു ആ വാക്കിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് സർവനാമം നമുക്ക് നോക്കാം. ഉസ്നെ അതിന് യോജിച്ച സർവനാമാണ്. വഹ് ആണോ, ഹം ആണോ, വേ ആണോ, യഹ് ആണോ? അപ്പം നമുക്കിവിടെ അറിയാം, നമുക്ക് വഹ് എന്നതാണ് അതിന് ശരിയായിട്ടുള്ളത്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഉസ്കെ മുഹ് ഫിരാ ലിയ ഓർ ചൽ ദിയ ക്യോ. അവൻ മുഖം തിരിച്ച് നടന്നുപോയി, കാരണം എന്താണ്, എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ നടന്നത്? അതിൻ്റെ ചോയ്സുകൾ നമുക്ക് കൊടുക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. വഹ് ദുക്കാൻദാർ സെ ഡർത്താ ഹെ. ആദ്യം കൊടുത്തിരിക്കുന്നത് അവൻ കടക്കാരനെ പേടിച്ചിരുന്നു. അത് ശരിയാണോ? ഉസേ ദൂസരോം കി ദയ നഹിം ചാഹിയ. അവന് മറ്റുള്ളവരുടെ ദയ ആവശ്യമില്ലായിരുന്നു. ഉസേ സഫേദ് ഗുഡ് പസന്ത് നഹിം ഹെ. അവന് വെള്ള ശർക്കര ഇഷ്ടമല്ലായിരുന്നു. ദുക്കാൻദാറിനെ ഉസ്സെ പൈസെ മാങ്കേങ്ക. അപ്പം കടക്കാരൻ അവനിൽ നിന്ന് പൈസ ചോദിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ? നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഖായാണ് ആൻസർ. ഉസേ ദൂസരോം കി ദയ നഹിം ചാഹിയെ. അവന് മറ്റുള്ളവരുടെ ദയ ആവശ്യമുണ്ടായിരുന്നില്ല. അടുത്ത നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. घर पहुंचकर लड़के ने माँ को दुकान की घटनाएं बताई. അപ്പം വീട്ടിൽ പോയതിനു ശേഷം കുട്ടി കടയിൽ നടന്ന ആ സംഭവം, ആ ഇൻസിഡൻറ്റ് അമ്മയെടുത്ത് പറയുകയാണ്. മാ ഓർ ലड़के ബീച്ച് की संभावित बातचीत. അപ്പം അമ്മയും കുട്ടിയുമായിട്ടുള്ള കുട്ടിയുടെയും ഇടയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം വീട്ടിൽ ചെല്ലുന്നു കുട്ടി ദുഃഖിതനായിട്ടാണ് പോകുന്നത്. അപ്പം അമ്മ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? അമ്മ ക്യാ ഹുവാ ബേട്ട, എന്ത് പറ്റി മകനെ? അത് സിമ്പിൾ അല്ല, അത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അമ്മ ചോദിക്കുകയാണ്, ക്യാ ഹുവാ ബേട്ട തും ഇത്തന ഉദാസ് ക്യോ. നീ ഇത്രയും ദുഃഖിച്ചിരിക്കാനുള്ള കാര്യം എന്താണ്? ദുഃഖിതനായവനുള്ള കാര്യം എന്താണ്? അപ്പം ലടുക്ക ആജ് തുമ്നെ മുജിസെ നമക് ഖരീദിനെ ഭേജാദ. അമ്മ ഇന്ന് എന്നെ ഉപ്പ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പറഞ്ഞു വിട്ടതല്ലേ?
रास्ते में गुड़ खरीदने के लिए मैं भगवान से पैसा मांग कर चल रहा था. അപ്പം പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ വഴിയിൽ നിന്ന് എനിക്ക് പഞ്ചസാരയല്ല ശർക്കര, വെള്ള ശർക്കര കഴിക്കാനുള്ള പൈസ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുകയായിരുന്നു. തബ് അപ്പോൾ എന്ത് പറ്റി? ലടുക്ക ധർത്തി സെ മുജെ ഏക് അവനി മിലെ. അപ്പം ഭൂമിയിൽ നിന്ന് എനിക്ക് ഒരു പൈസ കിട്ടിയെന്ന് പറയണം. ഉസ്സെ തുമ്നെ ക്യാ കിയ, അതുകൊണ്ട് നീ എന്ത് ചെയ്തു? ലടുക്ക മെയ് മുസ്സെ സഫേദ് ഗുഡ് ഖരീദിനെ ദൂക്കാൻ പൗഞ്ച, ഞാൻ ആ പൈസ കൊണ്ട് വെള്ള ശർക്കര വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയി. ലേക്കിൻ അട്ടനി ധനിയക്ക് ഡിബ്ബേമേയും ഗിർഗയെ എന്താണ് ധാന്യത്തിൻ്റെ ഡിബ്ബയിൽ ബോക്സ് എന്താണ് ആ ബോട്ടിൽ അത് വീണുപോയി, ആ ബോക്സിൽ വീണുപോയി. പസാരിനെ ബഹുത്ത് ടട്ടോല പർ നെഹിം മില, ആ കടക്കാരൻ വളരെയധികം എന്ത് ചെയ്തു? അതിൻ്റെ അകത്ത് കൈയൊക്കെ ഇട്ട് നോക്കി, പക്ഷെ ആ ബോട്ടിലിൽ നിന്ന് ആ പൈസ കിട്ടിയില്ല. ജാനെ ദോ ബേട്ട, അത് മറന്നേക്കും മകനെ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വാർത്താലാപ് കംപ്ലീറ്റ് ആക്കി വെക്കുക. നിങ്ങൾ എഴുതാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക, എഴുതാൻ സാധിക്കും നിങ്ങൾക്ക്. ആ സന്ദർഭം മനസ്സിലായിട്ട് നിങ്ങളുടെ രീതിയിൽ വാർത്താലാപ് തയ്യാറാക്കിയാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ, സഹി മിലാൻ കരെ, ശരിയായിട്ടുള്ളത് യോജിപ്പിക്കണം. ഇതും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ആ പാരഗ്രാഫ് നല്ലപോലെ വായിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗം ഞാൻ വായിക്കാം. 2 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ആദ്യം കൊടുത്തിരിക്കുന്നത്, രണ്ടാമത് അതിനെ യോജിച്ച് എഴുതാനുള്ള സെൻറ്റൻസുകൾ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസുകൾ വായിക്കുകയാണ്. ദുക്കാൻദാർക്കോ ലടുക്കെ പർ, ദുക്കാൻദാർ അതായത് കടക്കാരന് കുട്ടിയോട്, ലടുക്കേക്കോ ദുക്കാൻദാർ സെ, അപ്പോൾ ആ കുട്ടിക്ക് കടക്കാരനോട് എന്താണ് എന്ന് അപ്പുറത്തുണ്ട്, നമുക്ക് വായിക്കാം. ദുക്കാൻദാർ ഗുഡുക്ക ടുക്കട, അപ്പം ദുക്കാൻദാർ എന്ത് ചെയ്യുന്നു? ശർക്കരയുടെ കഷ്ണം. ലടുക്ക മുഹു ഫേർക്കർ, കുട്ടി എന്ത് ചെയ്യുന്നു? മുഖം തിരിച്ചിട്ട്. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്തുള്ള നോക്കാം സെൻറ്റൻസുകൾ. ഗുഡ് നെഹിം ലിയ, ശർക്കര എടുത്തില്ല. ലടുക്കെ കോ ദേനെ ലഗ, കുട്ടിക്ക് കൊടുത്തു. ഗർ ചലാഗയ, വീട്ടിൽ പോയി. ദയ ആയി, ദയ വന്നു. അപ്പം നമുക്ക് നോക്കാം. ദുക്കാൻദാർ കോ ലടുക്കെ പർ ദയ ആയി, അതിന് യോജിച്ച എന്താണ്? ദയ ആയി. അപ്പം കടക്കാരന് കുട്ടിയോട് ദയ തോന്നി. അടുത്തത് ലടുക്കേനെ ദുക്കാൻദാർ സെ, അപ്പം കുട്ടിക്ക് കടക്കാരനോട് എന്ത് ചോദിച്ചു? ഗുഡ് നെഹിം ലിയ, ഗുഡ് നെഹിം ലിയ, ശർക്കര എടുത്തില്ല എന്നാണ്. ഗുഡ് നെഹിം ലിയ. അടുത്തത് ദുക്കാൻദാർ ഗുഡുക്ക ടുക്കട, അപ്പം നമ്മുടെ കടക്കാരൻ ശർക്കരയുടെ കഷ്ണം ലടുക്കേക്കോ ദേനെ ലഗ, കുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പം ലടുക്ക കിയ, ലടുക്ക മുഹു ഫേർക്കർ, കുട്ടി എന്ത് ചെയ്തു? മുഖം തിരിച്ച്. ഗർ ചലാഗയ, വീട്ടിലോട്ട് പോയി. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സൂചന ഡॉक्टर के नाम मजदूर का पत्र कविता की पंक्तियां पढ़े और प्रश्न 14 और 15 के उत्तर लिखे. അപ്പം ഇനി നമ്മൾ അടുത്തൊരു കവിത, ഡാക്ടർ കെ നാം മസ്ദൂർ കാ പത്ര, കവിത വായിക്കുക. അത് വായിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? 14, 15 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. നമുക്ക് നോക്കാം. ഹമേ മാലൂം ഹെ, നമുക്ക് അറിയാം. ഹമേ മാലൂം ഹെ അപ്നി ബീമാരി കാ കാരൻ, നമ്മുടെ അസുഖത്തിൻ്റെ കാരണം. വഹ് ഏക് ചോട്ടാ സാ ശബ്ദ ഹെ, അതൊരു ചെറിയൊരു വാക്കാണ്. ജിസെ സബ് ജാൻതേ ഹെ, അതിന് എല്ലാവരും അറിയാവുന്നതാണ്. പർ കഹന കോയി നഹിം, എന്നാൽ അത് പറയാൻ ആരുമില്ല. വഹ് ഹെ ഗരീബി, അതാണ് ദാരിദ്ര്യം. അപ്പോൾ ആ കവിത നിങ്ങൾ പഠിച്ചു വേണം. ആ കവിതയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഡാക്ടർ കെ നാം മസ്ദൂർ കാ. അപ്പം ഇനി അതിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചോട്ടെ ശബ്ദമേയും വിശേഷൻ കോൺസാ ഹെ, വിശേഷണം. ഇത് നമ്മുടെ ചാനലിൽ ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചോട്ടെ ശബ്ദമേയും വിശേഷൻ കോൺസാ ഹെ, വിശേഷൻ എന്താണ്? വിശേഷൻ ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവിനെയോ വിശേഷിപ്പിച്ച് പറയുന്നതിനെയാണ് വിശേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ചോട്ടെ ശബ്ദ, അതിൽ എന്താണ് വിശേഷൻ? ചോട്ടയാണ് വിശേഷൻ, ചെറുത്. മനസ്സിലായി? ചെറിയ വാക്ക്. അടുത്തത് യഹ് ആശയ വാലി പങ്ക്തിയാം ചുൻകറിലേക്ക്, ഇനി ഈ ആശയം വരുന്ന വരി സെലക്ട് ചെയ്ത് എഴുതണം. മസ്ദൂർ അപ്പനെ ബീമാരി കാ കാരൻ ജാൻതേ ഹേ, അപ്പം ആ തൊഴിലാളി എന്ത് ചെയ്യുന്നു? തൻ്റെ അസുഖത്തിൻ്റെ കാര്യം മനസ്സിലാക്കുന്നു. എന്താണ്?
अपनी बीमारी का वरिകൾ ഇതാണ്. अपनी बीमारी का कारण वह एक छोटा सा शब्द है जिसे सब जानते हैं. തൻ്റെ അസുഖത്തിൻ്റെ കാരണം ഒരു ചെറിയൊരു വാക്കാണ്, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് അതിൻ്റെ ആശയം വരുന്ന വരികൾ. അടുത്ത് നമുക്ക് ശ്രദ്ധിക്കാം. സൂചന ഖൂബ്സൂരത് सूचना खूबसूरत अनुभूति है एवरेस्ट. അടുത്ത് നമ്മൾ അതും പഠിച്ചതാണ്. ഒരു इंटरव्यू ആണ്. साक्षात्कार का यह अंश पढ़े और 16 से 19 तक के प्रश्नों के उत्तर लिखे. 16 മുതൽ 19 വരെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഖൂബ്സൂരത് അനുഭൂതി ഹേ എവറസ്റ്റ് എന്ന ഇന്റർവ്യൂ നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം, അതിൻ്റെ അംശം വായിക്കാം. ജബ് മെയും ടോപ്പ് पर പഹുഞ്ചി തോ. അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ എത്തിയപ്പോൾ, എവിടെയാണ്? എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും മുകളിൽ. ടോപ്പ് पर പഹുഞ്ചി തോ ഭാവാത്മക രൂപസേ മെയും ശൂന്യ ഹോ ഗയി. അപ്പം ഞാൻ എല്ലാമായിട്ട് എൻ്റെ ഫീലിങ്സ് എല്ലാം എന്താണ്? ശൂന്യതയിൽ ആയിപ്പോയി, ശൂന്യതയിലാണ്. അപ്പം എനിക്ക് യാതൊരുവിധ അനുഭൂതിയില്ലാതെ നിൽക്കുകയാണ്. നാ കിസി പ്രകാർ കി ഖുഷീദി. അപ്പോൾ ഒരു തരത്തിലുള്ള സന്തോഷവുമില്ല. ഓർ നാഹി കോയി ഗം, ഒരു വിധത്തിലുള്ള ദുഃഖവുമില്ല. വാക്കി ടോക്കി ഫോൺ കെ ജരിയെ മുझे सूचना दी गई कि മെയിം എവറസ്റ്റ് പർ പഹുഞ്ച് ഗയി ഹെ. അപ്പം വാക്കി ടോക്കി ഫോണിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് മനസ്സിലായി ഞാൻ എവിടെ എത്തിച്ചേർന്നു? എവറസ്റ്റ് കൊടുമുടിയിൽ ഏറ്റവും ഉയരെ എത്തിച്ചേർന്നു എന്ന്. അപ്പം നമുക്കിനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സന്തോഷ് യാദവ് കോൻ ഹെ. സന്തോഷ് യാദവ് ആരായിരുന്നു? പർവ്വതാരോഹി, അഭിനേത്രി, അധ്യാപിക, ഡോക്ടർ. ആരാണ്? പർവ്വതാവരോഹി, അതായത് പർവ്വതം കയറുന്ന ഒരു ആളായിരുന്നു അല്ലേ, പർവ്വതാവരോഹി. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. വാക്കി ടോക്കി ഫോൺ കെ ജരിയെ സന്തോഷ് യാദവ് കോ കിസ്കി സൂചന ദി ഗയി. അപ്പോൾ വാക്കി ടോക്കി ഫോണിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സന്തോഷ് യാദവിന് എന്തിൻ്റെ സൂചനയാണ് കിട്ടിയത്? ചോയ്സ് വായിക്കാം. ജൽദി ഘർ ജാനേക്ക, പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ള സന്ദേശമാണോ, സൂചനയാണോ കിട്ടിയത്? പരാജിത് ഹോ ഗയി ഹെ, താൻ പരാജയപ്പെട്ടിരിക്കുന്നു. എവറസ്റ്റ് പർ പഹുഞ്ചി ഹെ, എവറസ്റ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഖാനെ കെ ലിയെ തയ്യാർ ഹോന ഹെ, അപ്പം ആഹാരം കഴിക്കാൻ തയ്യാറാണ്. ഏതാണ്? എവറസ്റ്റ് പർ പഹുഞ്ചി ഹെ, അതാണ് ആൻസർ. എവറസ്റ്റ് പർ പഹുഞ്ചി ഹെ. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. എവറസ്റ്റ് पर चढ़ने की अनुभूति को लेकर യാദവ് കി സംഭാവിത ഡയറി ലിഖെ. ഡയറി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എവറസ്റ്റ് കൊടുമുടി യാദവ് കീഴടക്കിയിരിക്കുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഡയറി എഴുതുന്നു. അപ്പോൾ ഡയറി എഴുതുമ്പോൾ അറിയാം, നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഒക്കെ വെക്കണം. ഡേറ്റ് വെച്ചതിന് ശേഷം ഇതാണ് ആദ്യം എഴുതാനുള്ള സെൻറ്റൻസ്. ആജിക്കാ ദിൻ മെയും കബി ഭൂൾ നഹിം സക്തി. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല. ആജ് ഏക് ബാർ ഭി माउंट एवरेस्ट की चोटी पर चढ़ने का मेरा सपना साकार हो गई. അപ്പം ഇന്നത്തെ ആ നിമിഷം ഞാൻ എവറസ്റ്റ് കൊടുമുടിയിൽ എത്തണം എന്നുള്ള എൻ്റെ ആ ആഗ്രഹം സഫലമായിരിക്കുന്നു. കിത്തന ഖൂബ്സൂരത് അനുഭവദാവഹ്, എത്ര മനോഹരമായ അനുഭവമായിരുന്നു അത്. ജബ് മെയും ടോപ്പ് പർ പഹുഞ്ചി തോ ഭാവാത്മക രൂപസെ മെയും ശൂന്യ ഹോ ഗയി. അപ്പോൾ ഏറ്റവും മുകളിൽ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എല്ലാ ഫീലിങ്സും നഷ്ടപ്പെട്ട ഒരു ശൂന്യതയിലായിരുന്നു. നാ കിസി പ്രകാർ കി ഖുഷീദി, ആ സമയത്ത് എനിക്ക് അതൊരുവിധ സന്തോഷവും ഉണ്ടായിരുന്നില്ല. നാ ഹി കോയി ഗം, ഒരു ദുഃഖവും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാർ, ഇതൊക്കെ ആ പാരഗ്രാഫിലുള്ളതാണ്. ആ പാരഗ്രാഫിലുള്ള ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾക്ക് ഡയറിയുടെ രൂപത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഡയറിയൊക്കെ ചോദിക്കുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾ അതൊന്നും തള്ളിക്കളയരുത്. അതൊക്കെ എഴുതാൻ ശ്രമിക്കുക. ആ പാരഗ്രാഫിലുള്ള സെൻറ്റൻസുകൾ അടുക്കി എഴുതിയാൽ മാത്രം മതി. ഇപ്പോൾ അടുത്ത വാക്കി ടോക്കി ഫോൺ കെ ജരിയെ മുझे സൂചന ദി ഗയി. അപ്പോൾ വാക്കി ടോക്കി ഫോണിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് സൂചന കിട്ടി. എവറസ്റ്റ് കി ടോപ്പ് പർ
പഹുഞ്ച് ഗയി ഹെ, എവറസ്റ്റിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഞാൻ എത്തിച്ചേരുന്നു. ജബ് മെയും 2-4 കദം പീछे दी तभी मेरी आत्मा ने कहा कि यह मैं क्या करने जा रही है. അപ്പോൾ 1-2 അടി മുന്നോട്ട് നടന്നപ്പോഴത്തേ എനിക്ക് മനസ്സിലൊരു ചിന്ത വന്നു. ആത്മാനെ കഹ, എൻ്റെ ആത്മാവ് പറഞ്ഞു, യഹ് മെയും ക്യാ കർണേ ജാ രഹി ഹെ, ഇത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ആ ഡയറി. അപ്പോൾ ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള സെൻറ്റൻസുകളെടുത്ത് നിങ്ങളൊരു ഡയറിയുടെ രൂപത്തിൽ എഴുതുക. അഥവാ അതല്ലെങ്കിൽ വേറെ ഒരു ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റ് पर चढ़ने वाली भारतीय महिला है. അപ്പം സന്തോഷ് യാദവ് പർവ്വത അവരോഹിയായ അവർ നമ്മുടെ ഇന്ത്യയിലെ ഒരു മഹിള പർവ്വത അവരോഹിയാണ്. അവർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിരിക്കുന്നു. ഉസ്ക അഭിനന്ദൻ കർത്തേ ഹുയെ, അവരെ അഭിനന്ദിച്ചുകൊണ്ട് एक പത്ര തയ്യാർ കരേ. ഒരു ലെറ്റർ തയ്യാറാക്കുക. അപ്പോൾ ലെറ്ററിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ള ലെറ്റർ എങ്ങനെയാണ്. അപ്പം നമുക്കറിയാം സ്ഥാൻ താരിഖൊക്കെ വലതു ഭാഗത്ത് വെക്കുന്നു. അതിനുശേഷം ഒരു സംബോധന, വിഷയം, പിന്നെ ലാസ്റ്റ് എന്താണ്, നാം ഹസ്താക്ഷർ എഴുതുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, സേവാമയം വെക്കുന്നു. അപ്പം നമുക്ക് ലെറ്ററിൻ്റെ മോഡൽ സ്ഥാൻ താരിഖ് എഴുതി. ആദരണീയ സന്തോഷ് യാദവ് ജി, ബഹുമാനിയായ സന്തോഷ് യാദവ് ജി, നമസ്കാർ, നമസ്തേ പറയണം. മെയും വിപിൻ ഹും, ഞാൻ വിപിൻ ആകുന്നു. കൽ സമാചാർ പത്ര പഠനേസെ മുझे മാലൂം ഹുവാ കി, ഇന്നലെ എന്താണ് ആ പത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി कि आप माउंट एवरेस्ट की चोटी पर 2 बार चलने वाली पहली भारतीय महिला ബൻ ഗയി ഹെ. അപ്പം 2 പ്രാവശ്യം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഒരു വനിതയായി, ഭാരതത്തിലെ വനിതയായി മാറിക്കഴിഞ്ഞു എന്നുള്ള വാർത്ത എനിക്ക് പത്രത്തിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. इसके लिए आपको मेरी तरफ से हार्दिक बधाई. അപ്പം ഇതിന് താങ്കൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും എന്താണ് ആശംസകൾ, വിഷസ് അറിയിക്കുന്നു. മുझे मालूम है, എനിക്ക് അറിയാം, ബർഫ് സെ ढकी चोटियों को समझने की जिज्ञासा ने आपको माउंट एवरेस्ट की चोटी पर പഹുഞ്ച ദിയ ഹെ. എനിക്കറിയാം ഈ മഞ്ഞു മൂടിയ ഭാഗത്ത്, അതായത് മഞ്ഞ് കട്ടകളുള്ള ഈ കൊടുമുടികൾ എത്തിച്ചേരണം, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ഒരു അറിയാനുള്ള ആഗ്രഹമുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാം. ആപ്പ് ജയ്സി മെഹനത്തി മഹിളയെ, പിന്നെ അതുകൂടാതെ താങ്കൾ ഒരു പരിശ്രമിയായ ഒരു മഹിളയാണെന്നും അറിയാം. ഹം ഭാരതീയോം കി ഷാൻ ഹെ, അത് മാത്രമല്ല നിങ്ങൾ നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനമാണ്. ഇഹ്വി പത്താഹയ്ക്ക്, ഇതും എനിക്കറിയാം. ആപ്പ് ബച്ചുപ്പൻ സേഹി നിഡർ ദി, അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് താങ്കൾ ഒരു ഭയമില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു, ഒരു കുട്ടിയായിരുന്നു എന്നുള്ള കാര്യവും എനിക്ക് അറിയാമായിരുന്നു. ആപ്കി ലംബി ഉമ്ര കെ ലിയെ ഭഗവാൻ സെ പ്രാർത്ഥന, പിന്നെ താങ്കൾക്ക് ഇനിയും ആയുസ് ദൈവം നൽകട്ടെ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. പിന്നെ ആപ്കി ശുഭ ചിന്തക, താങ്കളുടെ ശുഭ ചിന്തിക്കുന്ന ആൾ, അതായത് താങ്കളുടെ ശുഭ ചിന്തക് എന്ന് എഴുതുന്നു. പിന്നെ ഹസ്താക്ഷർ, നാം, ഒപ്പ്, പേര്, പിന്നെ ഇടതു ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു, സേവാമയം എന്ന് എഴുതുന്നു. അതാണ് കത്ത്. ഇനി നോക്കൂ 19ാമത്തെ ക്വസ്റ്റ്യൻ. 4 സഹി പ്രസ്താവ് ചുൻകലിലേക്ക്, 4 ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതണം. അപ്പം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നു, അത് നമ്മുടെ ആ പാരഗ്രാഫിൽ നിന്നാണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പാരഗ്രാഫ് നല്ലപോലെ വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സന്തോഷ് യാദവ് ബച്ചുപ്പൻ സേഹി നിഡർദി, ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ ഇത്? സന്തോഷ് യാദവ് ബച്ചുപ്പൻ സേഹി നിഡർദി. അപ്പോൾ സന്തോഷ് യാദവ് കുട്ടിക്കാലം മുതൽക്കേ ഒന്നിനെയും ഭയക്കാത്ത വ്യക്തിയായിരുന്നു. അടുത്തത് സന്തോഷ് യാദവ് മേയും ജിജ്ഞാസ നഹിംദെ, സന്തോഷ് യാദവിന് ജിജ്ഞാസ ഇല്ലായിരുന്നു. ഏക പർവ്വതാരോഹി എക്കോ സന്തുലിത് ദിമാങ് വാല ഹോന ചാഹിയ, ഒരു പർവ്വതാരോഹിയാണെങ്കിൽ അവർക്ക് ഒരു സ്റ്റേൺ ആയിട്ടുള്ള ബുദ്ധി ഉണ്ടായിരിക്കണം, അതായത് ഒന്നിൽ ഉറച്ചു നിൽക്കണം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? സന്തോഷ് യാദവുമേയും ഹിമാലയ പർ ചടനേക്ക് ഇച്ഛാദി, അപ്പം ഹിമാലയത്തിൽ കയറണം എന്നുള്ള ആഗ്രഹം, ഹിമാലയ പർ
ചടിനേക്ക് ഇച്ഛാതി, ഹിമാലയത്തിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എവറസ്റ്റ് പർ ചടിന പർവ്വത അവരോഹി കേലിയെ ഖൂബ്സൂരത് അനുഭൂതി ഹെ. അപ്പോൾ എവറസ്റ്റ് കീഴടക്കുക എന്നത് പർവ്വത അവരോഹിക്ക് ഏറ്റവും അധികം, അല്ലെങ്കിൽ അവരുടെ ആ ജീവിതത്തിലൊരു സുന്ദരമായ ഒരു നിമിഷമാണ്, ഒരു അനുഭൂതിയാണ്, ഒരു ഫീലിംഗ് ആണ് എന്ന് പറയുന്നത്. സന്തോഷ് യാദവ് എവറസ്റ്റ് ചോട്ടി പർ നഹിം പഹുഞ്ചീതി. അപ്പോൾ നമ്മുടെ സന്തോഷ് യാദവ് എവറസ്റ്റ് കൊടുമുടിയിൽ എത്തിച്ചേർന്നില്ല. അപ്പം നമുക്കിവിടെ മനസ്സിലായി ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്. സന്തോഷ് യാദവ് ബച്ചുപ്പൻ സേഹി നിഡർദി. അപ്പോൾ സന്തോഷ് യാദവ് കുട്ടിക്കാലം മുതൽക്കേ ഒന്നിനെയും ഭയമില്ലാത്ത ഒരു മഹിള, ഒരു സ്ത്രീ ആയിരുന്നു, ഒരു കുട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത ശരിയായിട്ടുള്ള പ്രസ്താവന ഇതാണ്. ഏക പർവ്വതാരോഹി കോ സന്തുലിത ദിമാഗ് ഹോനാ ഹെ. അപ്പോൾ ഒരു പർവ്വത അവരോഹിയാണെങ്കിൽ അവർക്ക് ഒരു ഉറച്ച ബുദ്ധിയുള്ളവരെ, ഉറച്ച തീരുമാനമുള്ളവരായിരിക്കണം. സന്തോഷ് യാദവുമേയും ഹിമാലയ പർ ചടിനേക്ക് ഇച്ഛാതി. അപ്പോൾ സന്തോഷ് യാദവിന് ഹിമാലയം കയറണം, ഹിമാലയത്തിലെ കൊടുമുടി കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എവറസ്റ്റ് പർ ചടിന പർവ്വതാരോഹി കേലിയെ ഖൂബ്സൂരത് അനുഭൂതി ഹെ. അപ്പോൾ എവറസ്റ്റിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുക എന്നത് ഒരു പർവ്വത അവരോഹിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന, ഏറ്റവും മനോഹരമായ ഒരു ഫീലിങ്സ് നൽകുന്നതാണ്. അപ്പോൾ ഇതാണ് 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ നിന്നാണ് എഴുതാൻ സാധിക്കുക. അപ്പം കൂട്ടുകാർ മനസ്സിലായി കാണും. ഒരു 19 ക്വസ്റ്റ്യനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ അത് 19 നിങ്ങൾ നല്ലപോലെ വായിക്കുക, ചോയ്സ് ഉള്ളത് ഒഴിവാക്കുക, നല്ലതുപോലെ അറിയുക എന്നുള്ളത് മാത്രം എഴുതുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ പരീക്ഷയ്ക്ക് കിട്ടുന്ന ഈ മാർച്ച് മാസത്തിൽ വരാൻ പോകുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നല്ലവണ്ണം വായിക്കുക, വായിച്ചിട്ട് ആൻസർ അതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുക. പറഞ്ഞതുപോലെ ഓരോ പാഠത്തിൻ്റെയും എഴുതിയ ആളിൻ്റെ പേരും അതിലുള്ള കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച പ്രയോജനകരമായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി.